ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഗൂഗിൾ ലെൻസ് എന്നാണ്. ഗൂഗിൾ ലെൻസ് ഗൂഗിളിൻ്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് ഏകദേശം 18 MB സൈസുള്ളൂ പ്ലേ സ്റ്റോറിൽ. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നമുക്ക് ക്യാമറയാണ് തുറന്നു വരിക. താഴെ സെർച്ചിൻ്റെ ഐക്കണുണ്ട്, അതുപോലെ തന്നെ ഷോപ്പിങ്ങിൻ്റെ ഐക്കണുണ്ട്, ട്രാൻസ്ലേറ്റിൻ്റെ ഐക്കണുണ്ട്. മേലെയാണെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലാഷിൻ്റെ ഐക്കണുണ്ട്, അതുപോലെ ഒരു ഗാലറിൻ്റെ ഐക്കണുണ്ട്. ഫ്ലാഷ് വെച്ച് നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കാം ക്യാമറയുടെ. ഓക്കെ, ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ സെർച്ച് ഐക്കൺ വെച്ചിട്ട് നമുക്ക് എന്ത് സാധനം നമ്മൾ ഫോട്ടോ എടുത്താലും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈനായി ലഭിക്കാൻ വേണ്ടിയുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഈ ഗൂഗിൾ ലെൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഈ മൗസിൻ്റെ ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കണ്ടോ. അപ്പോൾ ഇതുപോലെ ഓൺലൈനിൽ നമുക്ക് ഇത് എന്താണ്, അല്ലെങ്കിൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നമുക്ക് താഴെ കിട്ടാൻ തുടങ്ങും. ഓക്കെ, ഇത് നമ്മൾ സെർച്ച് ഐക്കൺ വെച്ചിട്ട് ക്യാമറ എടുത്തപ്പോഴാണ് ഇതുപോലെ നമുക്ക് കിട്ടിയത്. ഇനി അപ്പുറത്ത് ലൊക്കേഷൻ ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൊക്കേഷൻ ആണെങ്കിൽ ലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഷോപ്പിംഗ് ആണെങ്കിൽ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഗൂഗിൾ കാണിച്ചു തരിക. ഓക്കെ, ഇതുപോലെ ഗൂഗിൾ തന്ന ലിങ്ക് വെച്ചിട്ട് നമുക്ക് ബ്രൗസറിലൂടെ ആ സൈറ്റിലേക്ക് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഗൂഗിൾ തന്ന ലിങ്കിലോട്ടൊന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കയറി നോക്കണം. ഇതുപോലെ നമുക്ക് ഷോപ്പിംഗ് ആണെങ്കിൽ ഷോപ്പിംഗ്, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണെങ്കിൽ അങ്ങനെ ഏത് സൈറ്റിലോട്ട് നമുക്ക് കയറാൻ കഴിയും. ഇനി അടുത്തത് നമ്മൾ വേറൊരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇതൊരു ചാർജറാണ്. ഓക്കെ, ഇതൊന്ന് ശരിക്കും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗൂഗിൾ നമുക്ക് കാണിച്ചു തരും. സെയിം ബ്രാൻഡ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള ചാർജേഴ്സ് ഇപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഗൂഗിൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ഓപ്ഷനാണ്. ഇത് വെച്ച് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും എഴുതിയത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ലെൻസ് നമുക്ക് കോപ്പി ചെയ്ത് തരും. അപ്പോൾ ആ കോപ്പി ചെയ്ത ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് അത് വെച്ച് സെർച്ച് ചെയ്യാനും, പിന്നെ അത് ലിസൺ ചെയ്യാം. അതായത് നമുക്ക് AI ഈ ഫോൺ നമുക്ക് ഓട്ടോമാറ്റിക് അത് വായിച്ചു തരുമൊക്കെ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത വരുന്ന ഓപ്ഷന് ട്രാൻസ്ലേറ്റ് ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എഴുതിയിരിക്കുന്ന ഇപ്പോൾ മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിന് ഇംഗ്ലീഷ് ആക്കിയിട്ട് അത് അവിടെ എഴുതി കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് മേലെ നമുക്ക് മലയാളം ടു ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ടു മലയാളം, നമുക്ക് ഇഷ്ടമുള്ളത് ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് മേലെ സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടംപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യുക അല്ലെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അടുത്തത് ഷോപ്പിംഗ് മോഡാണ്. ഈ ഷോപ്പിംഗ് മോഡ് ഓണാക്കി നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റ്സും അല്ലെങ്കിൽ ലിങ്ക്സും ഒക്കെ ഷോപ്പിങ്ങിന് വേണ്ടി നമുക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ സൈറ്റ്സും ലിങ്ക്സും ഒക്കെയാണ് ഇപ്പോൾ ഈ താഴെ കാണുന്നത്. ഓക്കെ, ഇനി ലൊക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ഉണ്ട്. ലൊക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ലൊക്കേഷൻ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആ ലൊക്കേഷൻ അല്ലെങ്കിൽ അത് ഏതാണെന്നൊക്കെ ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഡൈനിങ് ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മെനു അല്ലെങ്കിൽ ഫുഡൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഫുഡ് ഏതാണ് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഗൂഗിൾ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. മേലെ ഗാലറിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ ഗാലറി തുറന്നു വരും. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ സെലക്ട് ചെയ്താൽ ആ ഫോട്ടോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗൂഗിൾ ലെൻസ് വഴി സെർച്ച് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൂഗിൾ ലെൻസ് വഴി നമുക്ക് ചെയ്യാൻ കഴിയുക. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ടെക് ടിപ്സിനും സൊല്യൂഷനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.